വിത്തുയാത്രയുടെ 10ാം വർഷത്തിൽ വിദ്യാലയമുറ്റത്ത് ഒരു കരിമ്പനയുമായി കവി രാജേഷ് നന്ദിയങ്കോട്. കവി രാജേഷ് നന്ദിയങ്കോട് നടത്തുന്ന വിത്തുയാത്ര 10ാം വർഷത്തിലെത്തി. ഇക്കുറി വിത്തുയാത്ര ഇളം തലമുറയ്ക്ക് കൂടി പങ്കാളിത്തം നൽകി നടത്താനാണ് ലക്ഷ്യമിടുന്നതെന്ന് കവി രാജേഷ് നന്ദിയങ്കോട് കൂറ്റനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലെ സ്കൂൾ, കോളേജ് അങ്കണത്തിൽ ഒരു കരിമ്പനയെ നട്ടുവളർത്തുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാലയമുറ്റത്ത് ഒരു കരിമ്പന എന്ന പദ്ധതിയാണ് ഇത്തവണ നടപ്പാക്കുന്നത്. പരിസ്ഥിതി ദിനമായ ജൂൺ 5 രാവിലെ 10 മണിക്ക് പടിഞ്ഞാറങ്ങാടി ഗവൺമെന്റ് ഗോഖലെ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കും. ലോക പരിസ്ഥിതി ദിനമായ ജൂൺ 5 തുടങ്ങി മഴക്കാലം മുഴുവൻ നീണ്ടു നിൽക്കുന്നതാണ് വിത്തുയാത്ര. കൂട്ടുകാർ, ക്ലബ്ബുകൾ, സാംസ്കാരിക സംഘടനകൾ, സ്കൂൾ, കോളേജ്, പരിസ്ഥിതി പ്രവർത്തകർ, എഴുത്തുകാർ, സിനിമ, നാടക പ്രവർത്തകർ, അധ്യാപകർ, മാധ്യമ പ്രവർത്തകർ, പൊതുപ്രവർത്തകർ, തൊഴിലാളികൾ, സമൂഹത്തിന് വിവിധ തുറയിലുള്ളവർ 10 വർഷമായി വിത്തുയാത്രയ്ക്കൊപ്പം കൂട്ടുപോകുന്നു എന്നത് ഒരു വലിയ കാര്യം തന്നെയാണെന്ന് രാജേഷ് പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ പാകിയ കരിമ്പന വിത്തുകൾ മുളച്ചയില വിരിഞ്ഞ് തോട്ടുപരമ്പത്തും വഴിയോരത്തും പുഴയോരത്തും അടയാളമായി വേര് പടരുന്നത് തന്നെ വലിയ ആശ്വാസമാണ്. വിത്തുയാത്രയുടെ തുടക്കകാലത്ത് എല്ലാവിധ വൃക്ഷങ്ങളുടെയും വിത്തുകൾ ചാക്കിലാക്കി പൊതുയിടത്തും വഴിവക്കിലും മണ്ണിളക്കി പാകിയിരുന്നെങ്കിലും പിന്നീട് പാലക്കാടിന്റെ അടയാളമായ വംശമറ്റു പോകുന്ന കരിമ്പനകളെ തിരിച്ചു പിടിക്കാനുള്ള വിലഗ്ധമായി മാറുകയായിരുന്നു. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ വിവിധ ജില്ലകളിലായി 10,000-കണക്കിന് കരിമ്പന വിത്തുകൾ തോട്ടുപരമ്പത്തും പാടപരമ്പത്തും പുഴയോരത്തും സ്കൂൾ, കോളേജ് മുറ്റങ്ങളിലും പാകാൻ കഴിഞ്ഞു. മറ്റു മരങ്ങളെ പോലെയല്ല കരിമ്പന. 10 വിത്ത് പാകിയാൽ ഒന്നേ മുളയ്ക്കൂ. മുളച്ചാൽ ശൈശവദശ പിന്നിടാൻ ഏകദേശം 10 വർഷമെങ്കിലും എടുക്കും. കായ്ഫലം കിട്ടാൻ പിന്നെയും 10-15 വർഷം എടുക്കും. ദൈർഘ്യം കൂടിയ ജീവിതചക്രമാണ് കരിമ്പനയ്ക്ക്. 300 വയസ്സാണ് ആയുസ്. ഇന്ന് പാകുന്ന വിത്തുകൾ മുളച്ചാൽ അത് 4 തലമുറയ്ക്ക് കൂടി ഉള്ളതാണ് എന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകണമെന്നും രാജേഷ് പറഞ്ഞു. രാജേഷ് നടത്തുന്ന പരിസ്ഥിതി പ്രവർത്തനത്തിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത AK ഷാനിബ്, രവി കുന്നത്ത്, ഷാജി ഷാ എന്നിവരും അഭ്യർത്ഥിച്ചു. പരിസ്ഥിതി പ്രവർത്തകർ ചെയ്യുന്ന പോലെ ഈ ഒരു പ്രത്യേക സ്ഥലത്ത് നമ്മൾ കുറെ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നു, അതിനെ അത് നിരന്തരം അതിനെ സംരക്ഷിക്കുന്നു. അങ്ങനെയല്ലാതെ ഒരു പാരിസ്ഥിതിക ബോധം ആൾക്കാർക്ക്, നിങ്ങൾക്കും ഈ വിത്തുകളുമായിട്ട് വിത്തുകൾ കയ്യിൽ പിടിച്ചുകൊണ്ട് എവിടെയും ആ വിത്ത് പാകാം എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുക എന്നാണ് നമ്മൾ ആദ്യം നമ്മുടെ തുടക്കകാലത്ത് എൻ്റെ ഒരു അതിന് വിത്തുയാത്രയുടെ ഒരു ആശയം ഉണ്ടായിരുന്നു. പിന്നീട് 2-3 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു പാലക്കാടിന്റെ ഒരു മുഖമായിട്ടുള്ള കരിമ്പനകൾ കൂടിയ തോതിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കരിമ്പനകളെ തിരിച്ചു പിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു തോന്നൽ വന്നപ്പോഴാണ് ഒരു വിത്തുയാത്ര തുടങ്ങി 4 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് കരിമ്പന വിത്തുകൾ നമുക്ക് ശേഖരിച്ചുകൊണ്ട് വിത്തുയാത്രയിൽ ഉൾപ്പെടുത്താം എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഈ കരിമ്പന ഒരിക്കലും നമുക്ക് വഴിയരികിലോ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിലോ അങ്ങനെ പാകാനും പറ്റില്ല. അപ്പോൾ അതിന് പറ്റിയ ഒരു സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ